കടലാടി ഒടിച്ചുകുത്തി വേലിയേരി ശീമക്കൊങ്ങിണി എന്നൊക്കെ വിളിക്കുന്ന ഒരു വീടാണിത്. അതായത് കളയാണ്. പക്ഷെ വളരെ പെക്യൂലിയർ ആയിട്ടുള്ള പൂക്കളുണ്ടാകുന്ന വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. കൂടാതെ ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള പ്ലാന്റാണിത്. ഇതിൻ്റെ ഇംഗ്ലീഷിലെ കോമൺ പേര് ഇന്ത്യൻ വെർവെയിൻ, ഇന്ത്യൻ ഫാൾസ് വെർവെയിൻ, ഇന്ത്യൻ സ്നേക്ക് വീഡ് എന്നൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇത് വെർബിനേസിയ ഫാമിലിയിൽപ്പെട്ട സ്റ്റാച്ചിറ്റാർഫെറ്റ ഇൻഡിക്ക എന്ന് പറഞ്ഞൊരു സ്പീഷീസാണ്. ഈ ചെടിയും എക്സാക്ട്ലി ഈ സ്പീഷീസ് ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെയും അറിയത്തില്ല. കാരണം ഇതുപോലെ തന്നെ വളരെ ഐഡന്റിക്കലായിട്ട് വേറൊരു സ്പീഷീസ് കൂടിയുണ്ട്, സ്റ്റാച്ചിറ്റാർഫെറ്റ ജമൈസെൻസിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ്. ഈ രണ്ട് സ്പീഷീസുകളും കേരളത്തിൽ ധാരാളം കണ്ടുവരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പൂക്കൊലയുടെ അറ്റത്തുള്ള തണ്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് ഇത് ഇൻഡിക്കയാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. ജമൈസെൻസിസിന് ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് സ്പീഷീസും വളരെ ഐഡന്റിക്കലാണ്. പിന്നെ പൂക്കളാണെങ്കിലും യെല്ലോ ടു പർപ്പിൾ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സ്പീഷീസ് സ്റ്റാച്ചിറ്റാർഫെറ്റ ഇൻഡിക്കയാണ്. എല്ലാത്തിലും ഇന്ത്യ വെച്ചിട്ടാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് മെക്സിക്കോയും പിന്നെ ട്രോപ്പിക്കൽ അമേരിക്കയുമാണ്. അതായത് ബെലിസ്, കോസ്റ്ററിക്ക, എൽ സാൽവഡോർ, ഗ്വാറ്റമാല, ഹോണ്ടുറാസ്, നിക്കാരഗ്വ, ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ, ഫ്രഞ്ച് ഗുയന, പാരാഗ്വേ, സുറിനെയിം, പിന്നെ വെനിസ്വേല, ക്യൂബ, ജമൈക്ക, മെക്സിക്കോ എന്നീ ഏരിയാസ്. പക്ഷേ ഇത് ഏഷ്യയിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് ഇവിടെ വളരെയധികം സ്പ്രെഡായിട്ട് ഇൻവാസീവായിട്ട് വളരുന്ന ഒന്നാണ്. ഗാർഡനിലും റോഡ് സൈഡിലൊക്കെ ആയിട്ട് വളരെ കോമൺ ആയിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. ഇനി ഈ ചെടിയുടെ ഒരു ബൊട്ടാനിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഒരു 30 to 100 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുന്ന ചെടിയാണ്. അതുപോലെ തന്നെ ഇലകളാണെങ്കിൽ വളരെ ഓവലേറ്റ് ഷേപ്പിലുള്ള നല്ല ബ്യൂട്ടിഫുൾ പച്ച ഇലകളാണ് ഇതിനുള്ളത്. നല്ല ഞരമ്പുകളും ഇതിൻ്റെ അകത്ത് കാണും. അതായത് ഞരമ്പുകളൊക്കെ നല്ല വിസിബിൾ ആണ്, നല്ല ഭംഗിയാണ് ഈ ഇലകൾ കാണാനായിട്ട്. ഇനി ഇതിൻ്റെ സ്റ്റെം ആണെങ്കിൽ നല്ല സ്ക്വയർ ഷേപ്ഡ് സ്റ്റെമ്മാണ്. പക്ഷേ അത് പൂക്കൊലയിലേക്ക് അടുത്ത് വരുന്ന ഭാഗത്താണ് സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ സൈഡിലും, അതായത് ബേസിൽ നിന്ന്, മണ്ണിൽ നിന്ന്, ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയസിലൊക്കെ തന്നെ ഇത് റൗണ്ടാണ്. അപ്പോൾ ആ സ്റ്റെം സ്ക്വയർ ഷേപ്പിലാന്ന് മാത്രമല്ല അതിൻ്റെ അകത്ത് ചെറിയ ഹെയറി സ്ട്രക്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പൂക്കളാണെങ്കിൽ വളരെ പെക്യൂലിയർ രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു പൂക്കൊലയായിട്ടാണ് ഉണ്ടാവുക. ആ കൊല എന്ന് പറയുന്നത് തന്നെ അത് ഒരു പാമ്പിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഒരു സ്പിയർ കുന്തത്തിൻ്റെ രീതിയിലോ ഉള്ള ആ ഒരു സ്ട്രക്ചറിൽ അടുക്കി വെച്ചേക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പൂക്കളിരിക്കുന്നത്. നല്ല ബ്ലൂ ഓർ വയലറ്റ് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പഴങ്ങളും സീഡ്സൊക്കെ ഡ്രൈ ക്യാപ്സ്യൂൾ പോലെയാണ് ഇരിക്കുന്നത്. അത് ഈ കൊലയുടെ ഉള്ള, അതായത് പൂക്കൾ ഉണ്ടാവുന്ന ആ ഒരു ഏരിയയിൽ ആ സ്ലിറ്റിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കണ പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഈ പഴത്തിന് അല്ലെങ്കിൽ ആ സീഡിന് ഒരു ചെറിയ കൈപ്പോട് കൂടിയ ഒരു എർത്തി ടോണാണ് ഉണ്ടാവുക അതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് കൺസ്യൂമബിൾ അല്ല. അതിന് ഒരു ഫ്ലേവറോ ടേസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൻ്റെ കോമ്പോസിഷൻസ് പറയുകയാണെങ്കിൽ ഇറിഡോയിഡ് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്, ട്രൈപ്പനോയിഡ്സ് ഉണ്ട്, ഫിനോളിക് ആസിഡ്സ് ഉണ്ട്, ആൽക്കലോയിഡ്സ് ഉണ്ട്. പക്ഷേ ഈ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഒക്കെ തന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇലകളിലും പൂക്കളിലുമാണ്. അതായത് ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ ഇതിൻ്റെ സീഡ്സിലല്ല, പകരം ഇലകളിലും പൂക്കളിലുമാണ്. വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഫാർമക്കോളജിക്കൽ മൊസൈക്ക് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈറ്റോ കെമിക്കൽ കോമ്പോസിഷൻസ് പറയുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവുമായ ഇറിഡോയിഡ് ഗ്ലൈക്കോസൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന കോമ്പൗണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി മൈക്രോബിയലും ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ക്യാൻസറും ഇമ്മ്യൂൺ മോഡുലേറ്റിംഗും ആയിട്ടുള്ള ട്രൈറ്റർപ്പനോയിഡ്സ് ഉണ്ട്. പിന്നെ ഫ്രീ റാഡിക്കൽസും സ്കാവഞ്ചിങ്ങും ആയിട്ടുള്ള ഫിനോളിക് കോമ്പൗണ്ട്സ് ഉണ്ട്. പിന്നെ ആൽക്കലോയിഡ്സ് ഉണ്ട്. അത് അനാൽജസിക്കും സെഡേറ്റീവ് പൊട്ടൻഷ്യലും ഉള്ളതാണ്. ഇത് ഒരുപാട് മെഡിസിനൽ യൂസേജസും ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇൻറ്റേർണൽ ബെനിഫിറ്റ്സ് നോക്കാം, അതായത് ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുകൊണ്ട് തന്നെ സ്വെല്ലിങ്ങും പെയിനും ഒക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇതൊരു ഡൈജസ്റ്റീവ് എയ്ഡാണ്. മെയിനായിട്ടും ദഹനമില്ലായ്മ, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രിക് അൾസേഴ്സ് എന്നതൊക്കെ ട്രീറ്റ് ചെയ്യാൻ. പിന്നെ ഇത് ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, കാരണം ഇത് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആണ്. ജോണ്ടിസിനും ഹെപ്പറ്റൈറ്റിസിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് ആസ്മയും ബ്രോങ്കൈറ്റിസും ചുമയും ഒക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് റെസ്പിറേറ്ററി റിലീഫിന് നല്ലതാണ്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ സെല്ലുലാർ ഏജിങ് കുറയ്ക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇത് ഉള്ളിലേക്ക് എടുത്താലുള്ള ഗുണഗണങ്ങൾ. ഇനി എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നോക്കാം. ഇത് ടിഷ്യൂ റീജനറേഷൻ പ്രൊമോട്ട് ചെയ്ത് മുറിവുകൾ ഉണക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എക്സിമ, ഫംഗൽ ഇൻഫെക്ഷൻസ്, റാഷസ് എന്നീ സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പേശിവേദനകൾക്കും സന്ധിവേദനകൾക്കും, അതായത് ജോയിൻറ്റ് പെയിൻസിനും മസിൽ സോർനെസ്സിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു പെയിൻ റിലീഫായിട്ട്. ഇതിൻ്റെ ടോക്സിസിറ്റി പറയുകയാണെങ്കിൽ ജനറലി സേഫായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു ചെടിയാണ്. ട്രഡീഷണലി മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസിൽ ഒറ്റമൂലിയായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. എന്നിരുന്നാലും ഹൈ ഡോസസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് പ്രോപ്പർ ഗൈഡൻസ്
ഗൈഡൻസോട് കൂടിയാണെങ്കിൽ അതാണ് ബെറ്റർ. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സിലാണ് ഇത് നന്നായിട്ട് വളരുന്നത്. ക്ലൈമറ്റ് വാം ആൻഡ് ഹ്യൂമിഡ് ആണെങ്കിൽ വളരെ നല്ലതാണ്. ഒരുവിധമുള്ള വരൾച്ചയൊക്കെ തന്നെ ഇത് ടോളറേറ്റ് ചെയ്യും. പിന്നെ വലിയ ക്വാളിറ്റി സോയിൽ അല്ലെങ്കിലും ഇത് വളരുന്നതാണ്. അതായത് വെൽ ഡ്രെയിൻഡ് ആയിരിക്കണം. പക്ഷേ ലോമി ഓർ സാൻഡി സോയിൽസ് ഒക്കെ തന്നെ ഇതിന് ഓക്കെയാണ്. ഫുൾ സൺലൈറ്റോ പാർഷ്യൽ ഷെയ്ഡോ ഒക്കെ ഇത് ടോളറേറ്റ് ചെയ്യും. സ്റ്റെം കട്ടിങ് വഴിയോ സീഡ്സ് വഴിയോ ഇത് പ്രൊപ്പഗേഷൻ നടക്കും. വലിയ കെയർ ഒന്നും ഇല്ലാതെ തന്നെ റോഡ് സൈഡിലും പൂന്തോട്ടങ്ങളിലും ഓപ്പൺ ഫീൽഡ്സിലും ഒക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ പോളിനേറ്റർ സപ്പോർട്ടിംഗ് ആണ്, സോയിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, സോയിൽ ഇറോഷൻ കുറയ്ക്കും, മെഡിസിനൽ ആൻഡ് പ്ലാന്റ് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ഒരു ആഡ് ഓൺ ആണ്. പക്ഷേ പലയിടത്തും ഒരു ഇൻവാസീവ് സ്പീഷീസ് ആണ്. ഇനി കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ലിവർ ഡിസോർഡേഴ്സും ഇൻഫ്ലമേഷൻസും റെസ്പിറേറ്ററി ഇഷ്യൂസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ഒരുപാട് ഒറ്റമൂലികളിലും അതുപോലെ തന്നെ ഹെർബൽ ടീ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞങ്ങളിത് ഇതേവരെ ഈ ഒരു ചെടി ഇങ്ങനെ ഒരു പേർപ്പസിനായിട്ട് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ ചെടി അസുഖത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേർപ്പസിനായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.